ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഓണത്തിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തുള്ളൊരു അമ്പലത്തിൽ ഞാനും ഉണ്ണിമായ അഞ്ചര മുസ്ക് നമ്മൾ നാലുപേരും പോകാമെന്ന് വിചാരിച്ചു. അഞ്ചര റെഡി ആയിട്ടില്ല, 7 മണിക്ക് റെഡി. അങ്ങനെ നമ്മൾ അവിടുന്ന് റെഡിയായി എന്തൊക്കെയോ പറഞ്ഞ് ഫുൾ റെഡിയായിട്ട് 7 മണിക്ക് പറഞ്ഞാൽ 7 മണിക്ക് റെഡിയായിട്ട് അവിടെ എത്തണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത് 7:30 ആയിട്ട് ആണ് നമ്മൾ വീട്ടിലേ എത്തുന്നത്. പിന്നെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡി ആവുകയാണ്. മുസ്കിനെ വരാമെന്ന് പറഞ്ഞ് കാർ എടുത്തിട്ട് അവൾ എന്താ നല്ല ഡ്രൈവ് ചെയ്യും. അപ്പോൾ അവളെന്തായാലും അഞ്ജനയുടെ വീട്ടിൽ വേണ്ടി നമ്മൾ ഒരുമിച്ച് സ്പോട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഒരു ദിവസം മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാം. ഇപ്പം എന്തായാലും ഇന്നങ്ങനെ നമ്മൾ പകുതി റെഡി ആകുമ്പോഴേക്കും മുസ്കിനയുടെ കോള് വന്ന് അങ്ങനെ മുസ്കിനെ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മുസ്കിനയുടെ കൊച്ചുമുണ്ട് കയ്യിൽ. അപ്പോൾ നമ്മളങ്ങനെ പകുതി റെഡി ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അഞ്ചന വീട്ടിൽ നിന്ന് പകുതി റെഡിയായി, പകുതി നമ്മൾ കാറിൽ നിന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചിട്ട് മുസ്കിനോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ മുസ്കിനെയും കൊച്ചുമുണ്ട്. അപ്പോൾ മുസ്കിനെ കൊച്ച് നമ്മളായിട്ട് മിങ്കിളാവുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര വാശിയായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നുണ്ടായിരുന്നു. നമുക്ക് കുറേ മെരുക്കാരൊക്കെ നോക്കി, പക്ഷെ പറ്റിയില്ലായിരുന്നു. മുസ്കിനെ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് മുസ്കിനയ്ക്ക് ആദ്യം സിംഗിൾ ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ സ്ഥിരം സ്പോട്ടിലോട്ട് വിട്ടു. നമ്മൾ തിരുമാതാംകുന്ന് ആണ് നമ്മുടെ സ്ഥിരം സ്പോട്ട്. അവിടെ അമ്പലക്കുളം, അവിടെ ഒരു ട്രഡീഷണൽ ഒരു തറവാട് പോലത്തെ ഒരു വീടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ അടുത്ത് തന്നെ ആനയുണ്ട് കേട്ടോ. ഭയങ്കര കുറുമ്പാണ് ഈ ആന, അടിപൊളിയാണ്, നല്ല രസമാണ്. എന്തായി കുട്ടിയെ നോക്കടേ. ഇങ്ങോട്ട് തിരി, രണ്ടാനുകൾ. ഇവിടെ മുന്നൊരു ആന ഉണ്ടായിരുന്നു, കുട്ടിശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. ആ ആന ചെരിഞ്ഞു. അതിന് ശേഷം വാങ്ങിച്ച ആനയാണിത്. ഭയങ്കര ചെറിയ ആനയാണിത്, ഭയങ്കര കുറുമ്പാണിത്. ഈ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് നമ്മളവിടെ അടുത്ത് ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് നോക്കിയത്. പിന്നെ അടുത്ത് പോകുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമൊക്കെ എറിഞ്ഞു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോഴേക്കും നമ്മൾ ഓടി. പക്ഷെ മനുഷ്യന് പേടിയോ. അടക്കി പോ, ഞാൻ പോണോ? ആനേൻ്റെ അവിടെ നിന്ന് നമുക്ക് പേടിയായിരുന്നു കേട്ടോ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഭയങ്കര ഈ സാധനമൊക്കെ എടുത്തിട്ട് ഭയങ്കര എറിയുന്നുണ്ട് അത്. അപ്പോൾ നമ്മൾ മേലത്ത് കൊള്ളുമോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ വിട്ടിട്ട് പേടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നതൊക്കെ. അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇത്തിരി എടുത്തുള്ളൂ, അധികമൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് തന്നെ പോയിലൊക്കെ പേടി, കാരണം അങ്ങനെ കുറുമ്പ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ താഴെയാണ് അമ്പലം, അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അമ്പലക്കുളം. ഞാനതിലേ എക്സ്പോഷർ കൂട്ടട്ടെ ഒരു മിനിറ്റ്. അപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ വീഡിയോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ട്രഡീഷണൽ ലുക്കുള്ള ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ. അങ്ങനെയുള്ള BTS ആണ്, ബിഹൈൻഡ് ദ സീൻസ് ആണത്. പക്ഷെ 1.5 ഇട്ടിട്ട് ഭയങ്കര ഒരു ബ്ലർ ഉണ്ട് കേട്ടോ. മതിയോ? കൊറേ നേരം അഞ്ചനും കൂടെ. അങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി നല്ല മസാല ദോശ കഴിച്ച് ഒട്ടുപൊളിയായിരുന്നു. 2 വർഷമായി ഞാൻ മസാല ദോശ കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മുസ്കയുടെ കുട്ടിയും ഭയങ്കര ആയിട്ട് വിശന്നിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മളടുത്ത് കയറി പാലുവെള്ളം അങ്ങനെ കുടിച്ച് എന്ത് രസമായിരുന്നു അറിയോ. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ച് പിന്നെ വീട്ടിലോട്ട് പോയി. പിന്നെ വരാം, അല്ലെങ്കിൽ ഇന്നെ വരണം. പക്ഷെ പൈസ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 5 പോവാം.
ആകെ ടയർഡായി ഗൈസ്. ഞാൻ മെല്ലെ സോഫ്റ്റിൽ പറയാം. അത്ര